കുറേ വിവാദമായൊരു വാർത്തയായിരുന്നു. സൂരജ് ലാമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തിരോധാനം സംബന്ധിച്ച്, മരണം സംബന്ധിച്ച് ഹൈക്കോടതിയിലടക്കം കേസുകളുണ്ട്. വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും കൊച്ചിയിൽ മരിച്ച ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഹൈദരാബാദിൽ നടന്ന DNA പരിശോധനയിലാണ് മൃതദേഹം സൂരജ് ലാമയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി തിയോഫിൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. തിയോഫിൻ, ഏറെ വിവാദം സൃഷ്ടിച്ച സംഭവമായിരുന്നു സൂരജ് ലാമയുടെ തിരോധാനം, മരണം. ഏതായാലും ഒടുവിൽ മരണപ്പെട്ടത് സൂരജ് ലാമയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നിരിക്കുന്നു. കോടതിയെ വിഷയം അറിയിക്കേണ്ടതുണ്ട്. മറ്റു നടപടികൾ എങ്ങനെയാണ്? മനു, നവംബർ 9-ാം തീയതിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തിരച്ചിലിനിടയിലാണ് HMTക്ക് സമീപത്തു നിന്നും ഈ മൃതദേഹം കണ്ടെത്തുന്നത്. പക്ഷേ അത് സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരിക്കാവുന്ന വിധത്തിലായിരുന്നില്ല. ഒരുപാട് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു മൃതദേഹത്തിന്. അതുകൊണ്ട് തന്നെ DNA പരിശോധന ആവശ്യമായിരുന്നു. പിന്നീട് DNA പരിശോധനയ്ക്ക് അയച്ചു. അങ്ങനെ വിശദമായ DNA പരിശോധന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നു. ഹൈദരാബാദിൽ നടത്തിയ DNA പരിശോധനയിലാണ് മൃതദേഹം സൂരജ് ലാമയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചത്. പക്ഷേ സാഹചര്യ തെളിവുകളും ആ ഒരു കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് സൂരജ് ലാമയുടെ മൃതദേഹം തന്നെയാണെന്ന് സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് സ്ഥിരീകരിക്കുക എന്നത് DNA പരിശോധന ശാസ്ത്രീയമായ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അതുവരെ കാത്തിരുന്നത്. അപ്പോൾ കോടതിയുടെ DNA പരിശോധന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 11 മണിയോടുകൂടി മൃതദേഹം കൈമാറുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതും ഇന്നുണ്ടാകും. നേരത്തെ കുവൈറ്റ് മദ്യ ദുരന്തത്തിനെ തുടർന്നാണ് ബോധം നഷ്ടപ്പെട്ട, സ്വഭാവം നഷ്ടപ്പെട്ട, ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ട സൂരജ് ലാമ അദ്ദേഹത്തെ പിന്നീട് കുവൈറ്റിൽ നിന്നും കയറ്റിവിടുകയായിരുന്നു. വിമാനത്തിൽ കയറ്റി നാട് കടത്തിയതാണ്. പക്ഷേ ബംഗളൂരു സ്വദേശിയായ സൂരജ് ലാമയെ ബംഗളൂരുവിലേക്ക് അയക്കുന്നതിന് പകരം കൊച്ചിയിലേക്കാണ് അയച്ചത്. അങ്ങനെ കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സൂരജ് ലാമ പിന്നീട് എങ്ങോട്ടൊന്നില്ലാതെ അങ്ങനെ പുറത്തു പോവുകയും ചെയ്തു. കൊച്ചിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഇദ്ദേഹത്തെ പിന്നീട് പോലീസ് കണ്ടെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാതിനെ തുടർന്ന് ചികിത്സ നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്നതിനിടെ ഒക്ടോബർ 5-ാം തീയതിയാണ് ഇദ്ദേഹം വിമാനത്തിൽ കൊച്ചിയിലെത്തിയത്. 10-ാം തീയതി മുതലാണ് കാണാതായത്. ഇതിനിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ 10-ാം തീയതി മെഡിക്കൽ കോളേജിൽ നിന്നും ആരെയും അറിയിക്കാതെ അദ്ദേഹം പുറത്തിറങ്ങുകയും അവിടെ നിന്ന് കാണാതാവുകയും ചെയ്തതാണ്. ഈ സൂരജ് ലാമയുടെ മകൻ ഹേബിയസ് കോർപ്പസ് ഹർജി കോടതിയിൽ നൽകിയിരുന്നു. ഈ 10-ാം തീയതി പുറത്തുപോയ ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്വേഷണ സംഘം വിശദമായി CCTV ഉൾപ്പെടെ അന്വേഷിച്ചപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നിന്നും സൂരജ് ലാമ പുറത്തു പോകുന്നത് അറിഞ്ഞത്. അങ്ങനെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ